ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് പാണക്കാട് എന്ന സ്ഥലത്താണ്. ഞാൻ വേങ്ങര ഭാഗത്തോട്ട് പോകുന്ന നേരത്തെ പാണക്കാട് എത്തിയപ്പോഴുണ്ട് ഒരു ഏട്ടന് പാണക്കാട് റോഡ് സൈഡിൽ നിന്ന് എന്തൊക്കെ ഇലകളൊക്കെ പറിച്ചിട്ട് ഒരു കവറിൽ ഇടുന്നത് കണ്ടു. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബൈക്ക് സൈഡാക്കിയതാണ്. അപ്പോൾ നമുക്ക് ആ ഏട്ടൻ്റെ അടുത്ത് പോയാണ്ടേ ഇത് എന്തിൻ്റെ ഇലകളാണ് ഏട്ടൻ പറിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചോദിച്ച് കാര്യം ചോദിക്കാട്ടോ. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഈ ഏട്ടനെ കണ്ടിട്ടാണ് ബൈക്ക് സൈഡാക്കിയത്. കാരണം ഈ ചേട്ടന് എന്തോ ഒരു ഇലയൊക്കെ പറിച്ചിട്ട് കവറിലൊക്കെ ഇടുന്നത് കണ്ടു. അപ്പോൾ ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ദാസൻ എന്നാണ്. ദാസൻ എന്നാണ്. ചെമ്മാടുള്ള വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ അല്ല ചേട്ടന് എന്തോ ഇലയൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ കവറിൽ ഇടുന്നത് കണ്ടു. അപ്പോൾ ഇതെന്താണ് സംഭവം? ഇതൊരു ആയുർവേദ മെഡിസിനാണ്. ബിഗ് മെഡിസിൻ. സന്താനം ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ പല ഔഷധങ്ങളും എനിക്ക് ഞാൻ എത്തിച്ചു കൊടുക്കലാണ്. അതായത് ഇപ്പോൾ ഏട്ടന് ഈ റോഡ് സൈഡിൽ നിന്ന് പറിച്ച് കവറിലാക്കുന്നത് കുട്ടികളൊന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണെന്ന ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ ഈ ഇല ശേഖരിച്ചിട്ട് എവിടെയാണ് കൊണ്ടു കൊടുക്കാറ്? അപ്പോൾ ഞാൻ ചെമ്മാട് SQ തങ്ങൾസ് എന്ന് പറയും. ചെമ്മാട് SQ തങ്ങൾസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് അടിയിൽ SQ തങ്ങൾസ് എന്ന സ്ഥലത്താണ് മരുന്ന്. അതിന് തൃക്കോളം ശിവക്ഷേത്രത്തിൽ പ്രദീപ് നായർ എന്ന് പറയും. ഈ കോടതി സൂപ്രണ്ടാണ്. അയാളാണ് മെഡിസിൻ ചെയ്തത്. അത് പൈസ ഒന്നും വാങ്ങില്ല. ഓക്കെ. ഇത് നല്ല ഇപ്പോൾ ഒരു കാര്യം നമ്മളിങ്ങനെ തുറന്ന് പറഞ്ഞപ്പോഴേ, ഇവിടെ ഈ ഘാട്ട് കരാറിൽ രാജീവ് ഗാന്ധി ഒപ്പിടുമ്പോൾ ഇസ്രായേൽ പറഞ്ഞിരുന്നു ഭാരതത്തിലെ പുൽച്ചെടികൾ പോലും ഔഷധങ്ങളാണ്. ഇപ്പോൾ മനുഷ്യൻ നല്ല ഭക്ഷണം കഴിക്കുന്നില്ല. പഴം കൊടുത്തിട്ട് രോഗം വാങ്ങുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ചും കേരള സ്റ്റേറ്റ്. രോഗങ്ങൾ കൊണ്ടാണ്. നല്ല ഭക്ഷണമുണ്ട്, ഇലകള് നല്ല രാസവല്ലാത്ത സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പല മേജർ സർജറി ഒഴിവാക്കുന്ന മെഡിസിൻ പോലും നമ്മൾ കഴിയുന്നത്. അതായത് ഓപ്പറേഷൻ പറഞ്ഞ കേസുകൾ വരെ ഒഴിവാക്കാനുള്ള മരുന്ന് ചേട്ടന്റെ അടുത്തുണ്ടോ എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഇപ്പൊ ചേട്ടൻ ഈ പറിച്ചെടുക്കുന്ന ഇല ഒന്ന് കാണിച്ചു തരുമോ? 4 ഇലയുണ്ട്, 4 ആളുണ്ട്. ഇതാണ് പേരാൽ എന്ന് പറഞ്ഞ സാധനം. എന്താണ് ഇതിന്റെ പേര്? പേരാൽ. ഇത് അരച്ച് പശുമ്പാലിൽ ആണിനും പെണ്ണിനോട് കൊടുക്കും. അപ്പോൾ ഒരു 10 മാസം കൊണ്ട് ഒരു കുഞ്ഞ് അവരെ കയ്യിലെത്തും. എത്തിയിരിക്കും. അത്രയും ഗുണമുള്ള ഒരു സാധനമാണ് ഈ പേരാൽ എന്നുള്ള സാധനം. അതെ. അല്ല, ഞാൻ ചോദിക്കണേ, അപ്പോൾ ചേട്ടൻ ചെമ്മാട്ടിൽ നിന്ന് ഈ മരുന്ന് പാണക്കാട് വന്നതാണോ? പാണക്കാട്, മലപ്പുറം അങ്ങനെ പോകും. അല്ല, ഇപ്പോൾ ഇതിപ്പോ എത്ര ദൂരം വരെ ചേട്ടൻ പോകും ഈ മരുന്ന് ശേഖരിച്ചിട്ട്? വരെ പോയി നേരെ ചെമ്മാട് കയറും. ഓക്കെ. അതായത് നേരെ അങ്ങനെ പോയിട്ട് ഏകദേശം ഒരു ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ മരുന്നൊക്കെ ശേഖരിച്ചിട്ട് ചെമ്മാട്, ചേട്ടൻ പറഞ്ഞ തൃക്കുളത്തിനടുത്തുള്ള SK തങ്ങൾസോ? SK തങ്ങൾ ചെമ്മാട് സിറ്റി തന്നെ, സ്റ്റേഷന്റെ ഓപ്പോസിറ്റിലെ SK തങ്ങൾസിൽ കൊണ്ടു കൊടുക്കും. അവിടെ കൊടുക്കും. പിന്നെ അവിടുന്ന് പോയിട്ട് ഞാൻ കോഴിക്കോട് ജില്ലയിലേക്ക് കയറും. ഓക്കെ. അവിടുന്ന് പോയിട്ട് കോഴിക്കോട് ജില്ലയിലായിട്ട് വേറെ ചില മെഡിസിനുകളുണ്ട്. അതായത് വേറെ അസുഖത്തിനുള്ള മരുന്ന് ശേഖരിക്കും. അതായത് 5 ലക്ഷം 10 ലക്ഷം പറഞ്ഞ ഓപ്പറേഷന് വെറും 1000-1500 നമുക്ക് മാറ്റാൻ കഴിയും. അതാണ് ഭാരതത്തിലെ പുൽച്ചെടി പോലും ഔഷധങ്ങളാണെന്ന് രാജീവ് ഗാന്ധി ഘാട്ട് കരാറിൽ ഒപ്പിടുമ്പോൾ ഇസ്രായേൽ വിളിച്ചു പറഞ്ഞിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ. അല്ല, ഞാനേ എന്താ ചോദിക്കുന്ന പറഞ്ഞാൽ, ഞാന് ഇപ്പൊ പോകുന്ന വഴിയിൽ ചേട്ടൻ കാര്യമായിട്ടാണ് ഈ ഇല പറിച്ചിട്ട് കവറിലാക്കുന്നത് കണ്ടത്. അപ്പൊ എന്തെങ്കിലും അത് കാര്യമില്ലാതെ ഒരാള് ഒരു ഇല പറിച്ചാണ്ട് വെറുതെ കവറിലിടില്ലല്ലോ. അപ്പൊ ഞാനൊക്കെ ഈ ഇല ശരിക്കും കാണുമ്പോൾ നമ്മളൊക്കെ വല്ല കാട്ടില് പിടിച്ചു കിടക്കുന്നതാണെന്നാ കരുതിയിരുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ട് എന്ന് ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, എന്നാ ശരി ചേട്ടാ, കാണാ. നിങ്ങൾ ഈ ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ഞാൻ വേങ്ങര പോകുന്ന വഴിയില് കണ്ടപ്പോൾ നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ കേട്ടോ.